ഇപ്പോൾ ജീവപര്യന്തം പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. 10 വർഷം തടവും ജീവപര്യന്തവും വിധിച്ചിരിക്കുന്നു. വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് 10 വർഷം തടവും ജീവപര്യന്തം തടവാണിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. നാടിനെ നടുക്കിയ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തുവരികയാണ്. അതിക്രൂരമായ കൊലപാതകമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി കേസ് പരിഗണിച്ചപ്പോൾ പറയുകയുണ്ടായി. ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ശ്യാംജിത്തിന്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധിയാണിപ്പോൾ വന്നിരിക്കുന്നത്. ജീവപര്യന്തവും 10 വർഷം തടവുമാണ് ശ്യാംജിത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ അംഗീകരിച്ചായിരുന്നു വിധി പറഞ്ഞത്. കോടതി ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന വിധി പറഞ്ഞത്. കേസിൽ നേരിട്ട് സാക്ഷികൾ ഉണ്ടായിരുന്നില്ല, നേരിട്ട് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല, ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ വിധി കേരളത്തിലെ സഹോദരിമാർക്ക് സമർപ്പിക്കുന്നു എന്നായിരുന്നു കോടതി അന്ന് കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത്. 2022 ഒക്ടോബർ 22 നടന്ന സംഭവത്തിൽ ഇപ്പോൾ ഇന്ന് ശിക്ഷാവിധി വന്നിരിക്കുന്നു. സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരിക്കെയാണ് വിഷ്ണുപ്രിയയുടെ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ ശ്യാംജിത്ത് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി കഴുത്തറത്ത് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു പറയൂ. അശ്വതി, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നത്, ഇപ്പോൾ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 10 വർഷവും തടവും ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്നാലും പ്രോസിക്യൂഷൻ പ്രകാരം ആവശ്യപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കൂടാതെ 10 വർഷം വന്നിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കൂടാതെ 10 വർഷം തടവും വന്നിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ജീവപര്യന്തം തടവ് എന്നത് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അത് ഈ പ്രോസിക്യൂഷൻ ഏറ്റവും കുറഞ്ഞത് ആവശ്യപ്പെട്ടത് ഈ കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബവും ആവശ്യപ്പെട്ടതാണ്. കാരണം ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്ത ഒരാൾ ഇനി പുറത്തിറങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്ന്